ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ 1 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി വെച്ച് നമുക്ക് എത്ര വെയിറ്റുള്ള കേക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു കപ്പ് എടുത്ത് അതിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്യാം. അതായത് മൊത്തം 1 കപ്പ് ഫ്ലോർ ആവശ്യമുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 3/4 കപ്പ് മൈദ. ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഈ ഫ്ലോറിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്ത് സീവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ 3 വട്ടം സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ഏത് ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ട്രേ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. സ്റ്റൗ ടോപ്പും വേണമെങ്കിൽ അതും ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിടാം. ഇതിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പാലാണെങ്കിലും എല്ലാം റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ ശ്രമിക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. അത് കുറേശ്ശായിട്ട് നമുക്ക് ഇട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. മുട്ട നല്ല പ്ലഫായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. മുട്ടയുടെ കളറൊക്കെ മാറി ഒരു വെള്ള കളറാവും. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെജിറ്റബിൾ ഓയിൽസ് തന്നെ യൂസ് ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഒറ്റയടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഓയിൽ ഒഴിച്ചിട്ട് അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ 2-3 വട്ടമായിട്ട് തന്നെ ഇട്ട് സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ഒന്നും പാടില്ല, അത് കാരണമാണ്. മുഴുവനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇളക്കുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത്. അല്ലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇതുപോലെ. ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ മുട്ടയുടെ പറഞ്ഞ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ടിന്നിലോട്ട് പകർത്താം. ബാറ്റർ റെഡി ആയ ശേഷം പോയിട്ട് ടിന്ന് സെറ്റ് ചെയ്യാൻ പോകരുത്, നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ബാറ്റർ റെഡി ആയ ഉടനെ തന്നെ ടിന്നിലോട്ട് പകർത്തി ബേക്ക് ചെയ്യാൻ വെക്കണം. ഇത് സ്ക്യൂ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം, എയർ ബബിൾസ് കൊണ്ടൊന്ന് പോകാനായിട്ടാണ്. അതോടൊപ്പം തന്നെ നല്ലപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. എയർ ബബിൾസ് വരുന്നുണ്ടോ സൈഡിലോട്ടൊക്കെ? നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്ക് ടിൻ ഇതുപോലെ വെക്കുമ്പോൾ സൈഡിലൊന്നും മുട്ടാത്ത രീതിയിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാൻ. 25 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് തുറന്ന് കുത്തി വെക്കാം. 30 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചൊന്ന് മൂടി തണുക്കാനായിട്ട് വയ്ക്കാം. ഫാനിൻ്റെ അടിയിൽ നിന്നും കൊണ്ടുവയ്ക്കരുത്. കോട്ടൺ ക്ലോത്ത് ഇട്ട് ജസ്റ്റ് മൂടി വെച്ചാൽ മതി, അറിയിക്കോളും. അതിനുശേഷം ടിന്നിൽ നിന്ന്
റിമൂവ് ചെയ്യാം. ഇന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ക്രീമി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കണം. ഇത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പത്തി പിടിച്ചാൽ പോലും താഴെ പോവില്ല. ചെയ്യാനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബേസ് ബോർഡ് വെച്ച് ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ലപോലെ വെറ്റാവണം. അതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം. ഇതിനുള്ളിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സോ അതിനുശേഷം നെക്സ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. ദെൻ ഷുഗർ സിറപ്പ് അതുപോലെ ബാക്കിയുള്ള ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യാം. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.